ദ ജേർണലിസ്റ്റിലേക്ക് ഷൂ തക്കാതെ മാപ്പിരക്കാതെ നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാതെ ഉറച്ച നിലപാടുകളുമായി ഒരു കോട്ട പോലെ ഇറാൻ നിന്നപ്പോൾ അമേരിക്കയ്ക്ക് തോറ്റു പിന്മാറുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് വിമാനം കയറിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും അല്പസമയത്തിനു മുമ്പ് അതേ വേഗത്തിൽ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ വിട്ടുപോയിട്ടുണ്ട്. ആ ഓട്ടം എന്ന് പറയുന്നത് ഇറാനെ ഭയന്നുകൊണ്ടുള്ള പിന്തിരിഞ്ഞോട്ടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ആ ഓടിയത് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അല്ല, നേരെ മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയില്ല. കാരണം ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ യോഗം പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട് തിരിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അമേരിക്കയ്ക്ക് പറക്കുന്നതിന് മുമ്പ് ട്രംപിൽ നിന്ന് അന്തിമമായ ഉപദേശം JD വാൻസ് സ്വീകരിച്ചിരുന്നു. അതായത് ട്രംപാണ് പറഞ്ഞത്, മോനെ ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, എത്രയും പെട്ടെന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് പോരെ, ഇനി അവിടെ നിന്നാൽ അത് അപകടമാകും, നമുക്ക് പല കാര്യങ്ങളിലും തോൽവി സമ്മതിക്കേണ്ടി വരും, അത് ലോകമറിയും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാതെ വേഗം പോരെ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ അത്തരം കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് അമേരിക്ക പറയുന്ന ഒരൊറ്റ കാര്യം പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ ശക്തമായ നിലപാടെടുത്തതോടെ, അതായത് ആണവ പരീക്ഷണം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇല്ലാതാക്കുക, നിരുപാധികം ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക തുടങ്ങിയ അമേരിക്കയുടെ ആവശ്യങ്ങൾ ഒന്നും അങ്ങനെ എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന ഉറച്ച നിലപാട് ഇറാൻ വീണ്ടും ആ യോഗത്തിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അതായത് ഇറാൻ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല, അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഏകപക്ഷീയമായൊരു യുദ്ധമാണ് ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അടക്കം കൊല്ലപ്പെട്ടു. തങ്ങളെ ഇത്രയും കാലമായി ഉപരോധിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ യുദ്ധവും നടത്തി, പരമോന്നത നേതാവിനെയും കൊലപ്പെടുത്തു, തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളിലേക്കും ആക്രമണം നടത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട്, അതും ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ആണവ വിഷയത്തിന്മേൽ ഒരു കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള 4ാം ഘട്ട ചർച്ച നടക്കുന്നതിനിടയിലാണ് ചതിയിലൂടെ അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയത്, ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴി. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയ ഇറാനോട് കൊടും ചതിയും കടന്നാക്രമണങ്ങളും നടത്തിയ അമേരിക്ക പറയുന്നതെല്ലാം അനുസരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ഇറാൻ്റെ നിലപാട്. എന്ന് മാത്രമല്ല, ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണം, ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ മേൽക്കൈ വേണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മേലുള്ള ഉപരോധങ്ങൾ മുഴുവനായി അവസാനിക്കണം, അതുപോലെ ഇറാനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുക എന്നല്ല, ഇറാൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാതിരിക്കുക എന്നുള്ള കാര്യം ഇറാൻ എടുത്തു പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇറാൻ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു പോകണം, അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇനി ഇവിടെ വേണ്ട, ഇവിടെ ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്, ഇറാന് നേരെ ഒരു ആക്രമണവും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകണം, അങ്ങനെയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകാമെന്ന് ഇറാൻ പറയുമ്പോഴും ഇറാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങളുടെ ആഭ്യന്തര ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്, അതിൽ കടന്നു കയറാൻ അമേരിക്കയ്ക്ക് ഒരു അധികാരവുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആണവ പരീക്ഷണം തുടരും, അത് ആണവായുധം ഉണ്ടാക്കാനാകില്ല, ആണവായുധം ഉണ്ടാക്കുന്നുണ്ടോ എന്ന കാര്യം ലോകത്തിന് മുഴുവൻ ഇറാനിൽ വന്ന് പരിശോധിക്കാമെന്ന് കൂടിയുള്ള ഉറപ്പ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടും അമേരിക്ക പറയുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. അതായത് അമേരിക്ക വീണ്ടും വീണ്ടും ഈ പറയുന്നത് പോലെ ഇറാനെ വരുതിയിലാക്കാനും ഇറാൻ്റെ സർവ്വശേഷിയും ഇല്ലാതാക്കാനും ഇറാനെ തങ്ങളുടെ കാൽക്കീഴിലാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഭീഷണി പോലും ഉയർത്തിക്കൊണ്ട് ഇറാനെ ഈ പറയുന്നത് പോലെ ഹോർമുസ് കടലിടുക്ക് തുറക്കണം, ഇല്ലെങ്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ വന്നത് തുറക്കും എന്ന മട്ടിലൊക്കെ പറയുമ്പോഴും കൃത്യമായി ഇറാൻ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ നടന്നു വന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ ആദ്യഘട്ടം പൂർത്തിയായി എന്ന് പറയുമ്പോഴും അത് പരാജയത്തിലേക്കാണ് പോയത്. ഇനി ഒരാഴ്ചയാണ് വെടിനിർത്തൽ തുടരുക. അമേരിക്കയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരാഴ്ച കൂടി വെടിനിർത്തലിന് അമേരിക്ക സന്നദ്ധമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ അറിയിപ്പുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ നടക്കും എന്ന് തന്നെയാണ്. അതായത് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകും, ഇറാൻ
പറയുന്നത് അമേരിക്ക അനുസരിക്കുകയും അല്ലെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾക്ക് വഴങ്ങുകയും ഇരു രാജ്യങ്ങളും ഒരു ധാരണയിലെത്തുമെന്നുമൊക്കെ ആയിരുന്നുവെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട എന്ന ഇസ്രായേലിൻ്റെ വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക കടുകിട വ്യത്യാസമില്ലാതെ നിന്നു. ഇറാനാണെങ്കിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. നിലപാടിൽ ഉറച്ച് ശക്തമായ പ്രതികരണം തന്നെയാണ് ഇറാൻ നടത്തിയത്. ഇതോടെ അമേരിക്കയ്ക്ക് യാതൊരു വഴിയുമില്ലാതായി. സത്യം പറഞ്ഞാൽ ഇവിടെ കുടുങ്ങിപ്പോകുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. കാരണം ഇസ്രായേൽ ഇനിയും ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ അമേരിക്കയ്ക്ക് അതിനെ പിന്തുണയ്ക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആക്രമണം വന്നാൽ ഇറാൻ അതിശക്തമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് താങ്ങാനുള്ള ശേഷി ഗൾഫ് രാജ്യങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ അവർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കുവൈറ്റും ഖത്തറും ഒക്കെ അടങ്ങുന്ന പല രാജ്യങ്ങളിലും അവിടുത്തെ എണ്ണ സമ്പത്ത് അല്ലെങ്കിൽ എണ്ണ വിതരണ നെറ്റ്വർക്ക് ഒക്കെ തകരാറിലായിട്ടുണ്ട്. എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങൾ, സൗദി അരാംകോ പോലുള്ള പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങൾ, റിഫൈനറികൾക്കൊക്കെ വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ പ്രതാപത്തിലേക്ക് ഗൾഫിലെ എണ്ണ മേഖല മൊത്തത്തിൽ ഉയർന്നു വരണമെങ്കിൽ ഏതാണ്ട് 2 മുതൽ 5 വർഷം വരെയുള്ള പണികൾ നടത്തേണ്ടി വരുമെന്ന് ഇന്ന് രാവിലെ മീഡിയ വണ്ണിൽ ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല, പക്ഷേ അതിലൊരു റിപ്പോർട്ട് ഞാൻ രാവിലെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയൊക്കെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനിയും വർദ്ധിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം. എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് ഇനിയും അടഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾ അവിടെ എത്തി. ആ പടക്കപ്പലുകൾ വന്നിട്ട് അവിടുത്തെ മൈനുകളൊക്കെ നീക്കി ഇനി ആ വഴിക്ക് എണ്ണക്കപ്പലുകൾക്ക് പോകാമെന്നൊക്കെയുള്ള മട്ടിൽ രാവിലെ ട്രംപ് ചില ഗീർവാണങ്ങൾ അടിച്ചിരുന്നു. പക്ഷേ ഇറാൻ അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. ചില അമേരിക്കൻ കപ്പലുകൾ, 2 അമേരിക്കൻ കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമാക്കി വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനെ വഴിയിൽ വെച്ച് തന്നെ ഭയപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ഇറാൻ ചെയ്തത്. അല്ലാതെ അമേരിക്കയുടെ ഒരു ഇടപെടലും ഹോർമുസിൽ ഉണ്ടായിട്ടില്ല. ഹോർമുസിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലിനുള്ള വേദി ഒരുക്കുകയുമില്ല എന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഒരു വലിയ യുദ്ധത്തിന് ഇറാൻ സംഘടിക്കുകയാണ്. അവിടെ വലിയ തോതിൽ സൈനിക വിന്യാസം ഉണ്ടാകുന്നുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള, അതായത് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ അടക്കമുള്ള ചൈനീസ് കപ്പൽ ഇറാനിലേക്ക് പോകുന്നുവെന്ന വിവരം വരുന്നു. അതോടൊപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പടയൊരുക്കങ്ങൾ ഉണ്ടാകുന്നു. ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഡിപ്ലോയ് ചെയ്യുന്നു. മിസൈൽ നഗരങ്ങളിൽ നിന്ന്, അണ്ടർഗ്രൗണ്ട് നഗരങ്ങളിലൊക്കെയുള്ള മിസൈലുകൾ ശക്തമാണ് എന്ന് US ഇൻ്റലിജൻസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മിസൈൽ ശേഷി ഇല്ല ഇറാന് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു തരത്തിലും ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ഇറാൻ. അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ശേഷി തകർന്നു, സൈനിക ശേഷി തകർന്നു എന്ന അമേരിക്കൻ വാദങ്ങളൊക്കെ തെറ്റാണ് എന്ന് ഇതോടകം തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് വലിയ നാശമായിരിക്കും. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക. ഇസ്രായേലിനും അത് വലിയ നാശനഷ്ടം ഉണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും അത് വലിയ നാശനഷ്ടമുണ്ടാകും. അങ്ങനെ വന്നാൽ ലോകത്ത് എണ്ണവില കുതിച്ചുയരും. നമ്മൾ മുമ്പ് ഭയന്നതുപോലെ ഈ വെടിനിർത്തലിന് മുമ്പ് തന്നെ യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയും ഇറാൻ പ്രകോപിതരായി തിരിച്ചടിക്കാൻ ഇറങ്ങുകയും ചെയ്താൽ വലിയ നാശനഷ്ടങ്ങൾ ലോകത്തിനുണ്ടാകും. അതൊരു വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയായി തന്നെ മാറും. അതായത് എണ്ണവില കുതിച്ചുയരും, അതുപോലെ തന്നെ ക്ഷാമം ഉണ്ടാകും, വലിയ തോതിൽ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലില്ലായ്മ അടക്കമുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ഓയിൽ മേഖല തകർന്നാൽ അവിടുത്തെ എല്ലാം തകരുന്ന സാഹചര്യം ഉണ്ടാകും. അതൊക്കെ എത്രത്തോളം ഭീതിജനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും പിടിവാശി കാര്യങ്ങളെ കൊണ്ട് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. തുടക്കം മുതലേ ഇറാൻ ഒറ്റ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാറ്റങ്ങൾ വരുത്തുന്നതും തോന്നിയവാസം കാണിക്കുന്നതും മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറുന്നതും അതുപോലെ തന്നെ റെജിം ചേഞ്ച് എന്നതൊക്കെ വിട്ട് ഇപ്പോൾ ഹോർമുസ് തുറന്നാൽ മതി എന്ന നിലയിലേക്ക് തകിടം മറിഞ്ഞ് താഴെ പോകുന്നതുമൊക്കെ അമേരിക്കയും ഇസ്രായേലും മാത്രമാണെന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തൽ സാധ്യതയുണ്ടായാൽ അത് ഒരിക്കലും ഉണ്ടാകരുത്, വെടിനിർത്തൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ സമാധാന ശ്രമങ്ങൾക്കും തുരങ്കം വയ്ക്കുന്ന വിധത്തിൽ സമ്മർദ്ദം കൊടുക്കുന്നത് ഇസ്രായേലാണ്. ലോകം തിരിച്ചറിയണം ഈ യുദ്ധം ഈ വിധത്തിലാക്കിയത് ആരാണ്, തുടങ്ങി വെച്ചത് ആരാണ്, എന്തിനാണ് ഈ യുദ്ധം എന്നുള്ള ചോദ്യവും അവിടെ ശക്തമാണ്. ഒരു രാജ്യത്തിൻ്റെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്തെ മുഴുവൻ വട്ടം ചുറ്റിക്കുന്ന ദുരിതത്തിലാക്കുന്ന ഈ യുദ്ധം. എന്നിട്ടും അവന്മാരെ ഫാദർലാൻഡും മദർലാൻഡും ഒക്കെ ആയി കണ്ട് പിന്തുണയ്ക്കാൻ നടക്കുന്ന കുറേ വൃത്തികെട്ടവന്മാർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്നു, രോഷമുണ്ടാക്കുന്നു. അതാണ് പറയാനുള്ളത്.